നാട്ടിക MLA-യും NDA സ്ഥാനാർത്ഥിയുമായ CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അസർ മജീദിനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. നാട്ടികയിലെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി നൽകിയ പരാതിയിലാണ് നടപടി. ജാതി അധിക്ഷേപം നടത്തിയ യൂത്ത് കോൺഗ്രസുകാർക്കെതിരായ കേസ് പിൻവലിച്ച ഗീത തനിക്കൊപ്പമുള്ളവരെ വേട്ടയാടുകയാണെന്ന് CC മുകുന്ദൻ കുറ്റപ്പെടുത്തി. ജാതി അധിക്ഷേപം നടത്തിയെന്ന് കാട്ടിയാണ് CC മുകുന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അസർ മജീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗീതാ ഗോപി MLA ആയിരുന്ന സമയത്ത് MLA പങ്കെടുത്ത പരിപാടി സ്ഥലത്ത് ചാണകവെള്ളം തളിക്കുകയും ഗീതാ ഗോപിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ്കാരുടെ കേസ് ഹൈക്കോടതിയിൽ പോയി ഒഴിവാക്കി കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിലെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അസറിനെ തിടുക്കത്തിൽ പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റിമാൻഡ് ചെയ്യുന്നത്. പരാജയ ഭീതി മൂലമുള്ള വേട്ടയാടലാണെന്നും BJP തന്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന കാലത്തോളം പോരാട്ടം തുടരുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഒരു നിലയ്ക്കും ഈ അറസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞ റൂളും നിയമമൊന്നും ഇതിൻ്റെ അകത്ത് ആ മൊബൈൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. നിങ്ങൾ ആ മൊബൈൽ പഠിച്ച് നോക്കുക. അസറിൻ്റെ മൊബൈലിൻ്റെ അകത്ത് എന്താ പറഞ്ഞു നോക്കുന്നത്? ഗീതാ ഗോപി പേയ്മെൻറ്റ് സീറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗീതാ ഗോപിയുടെ മകൾക്ക് 225 പവൻ കൊടുത്തതിനെ കുറിച്ച് എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാര് എന്ന് പറയുമ്പോൾ ഗീതാ ഗോപി എന്ന് പേര് എഴുതി, അല്ലാതെ ഒരു SC ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും അതിൻ്റെ അകത്ത് പറയുന്നത് മനഃപൂർവ്വം എന്തോ മാനസികമായ തകരാറിലുള്ള ചില നേതാക്കന്മാർ ചെയ്യുന്ന ഒരു വിഷയമാണ്. അതാണ് എനിക്ക് അതിൽ പ്രതിഷേധിക്കാനുള്ളത്. പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ CC മുകുന്ദൻ കൊടുങ്ങല്ലൂരിൽ DYSP ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തൊട്ടു പിന്നാലെ BJP തൃശൂർ സിറ്റി സൗത്ത് ജില്ലാ അധ്യക്ഷന്മാരായ ജസ്റ്റിൻ ജേക്കബും AR ശ്രീകുമാർ അടക്കമുള്ള നേതാക്കളും സ്ഥലത്തെത്തി. CC മുകുന്ദന്റെ ആദ്യത്തെ PA-യും MLA-യുടെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയ മസൂദ് K വിനോദിനെ പോലീസ് പിടികൂടാത്തതും രാഷ്ട്രീയ വേട്ടയാടലിന്റെ സൂചനയാണ്. എത്ര വേട്ടയാടിയാലും ജനം തന്റെ ഒപ്പം നിൽക്കുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും CC മുകുന്ദൻ വ്യക്തമാക്കുന്നു. ജനം, തൃശൂർ.